ഇത് വന്നതിന് ശേഷം പാർട്ടി കമ്മിറ്റികളും മണ്ഡല കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ഉണ്ടായി. അപ്പം തന്നെ ഒരു വലിയ ആൾക്കൂട്ടമായി, വലിയ സംഖ്യയായി. ഇവിടെ ഇതിനു മുമ്പ് നമുക്ക് നാളെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാറുള്ളത്. പക്ഷെ കുറേ കൂടി അത് ഓരോരുത്തരും വരുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, ഓരോരുത്തരുടെയും ഒരു പ്രവർത്തന ശൈലിയുണ്ട്, ഒരു സംഘാടന മികവുണ്ട്. ഏറെ കുറഞ്ഞില്ല, എല്ലാവർക്കും ഒരേപോലെയല്ലോ. അപ്പം ജെവിക്ക് അത് വളരെ കൂടുതലായിട്ടുണ്ട്. ഒരു പരിപാടി എങ്ങനെ നടത്തണമെന്നറിയാം, സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാം. പിന്നെ അതിനു വേണ്ടിയിട്ട് സമർപ്പിതമായ ഒരു മനസ്സുണ്ട്, അർപ്പണ മനോഭാവത്തോടെയുള്ള ഒരു പ്രവർത്തനം, വിശ്രമമില്ലാത്ത പ്രവർത്തനം. അതായത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നാളെ തിരുവനന്തപുരത്ത് സമരത്തിലേക്ക് പോകണം. കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പം മുതൽ പിന്നിട്ട് വന്ന ഓരോ പ്രദേശങ്ങളിലും ഈ ജാഥ നടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന ജനകീയ പ്രശ്നങ്ങളുണ്ട്, ഓരോരോ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെ തന്നെ, അല്ലെങ്കിൽ അത് വേറൊരു തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ അപ്പോൾ തന്നെ ഇടപെടേണ്ട കാര്യങ്ങളിൽ എല്ലാം ഇടപെടുകയാണ്. അല്ലാതെ ഒരു ജാഥ വെറുതെ ഇങ്ങനെ കടന്നു പോകില്ല, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. അതാണ് ശരിക്കും ജാഥ. അല്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വന്നു, കൈവീശി കാണിച്ചു, അഭിവാദ്യം മേടിച്ചു, പ്രസംഗിച്ചു പോകുന്നത് അത് സാധാരണ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇതൊരു വെറൈറ്റിയാണ്, ഇതൊരു പ്രത്യേകതയാണ്. പോകുന്ന വഴികളിൽ എല്ലാവരുമായിട്ട് ഇടപെടുകയാണ്, അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയാണ്. ഇപ്പോൾ ഞങ്ങള് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ ആർപ്പുക്കര ബ്ലോക്കിൽ ഇതേപോലെ തന്നെ ഇരിക്കുമ്പോഴാണ് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോഴാണ് മെഡിക്കൽ കോളേജിലെ വിവരം അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോയി തൊട്ടുപോകെ ഞാനവിടെ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറനാക്കോണ്ടിന്റെ സ്ഥിതിയും കൂടുതലവിടെ. അപ്പോൾ ചെറിയ എം പി കൂടെ ആയതുകൊണ്ട് വരുമ്പോൾ പ്രാധാന്യം കൂടും. അപ്പോൾ ഉടനെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു, അവിടെ കാര്യങ്ങളിനകത്ത് ഇടപെടുന്നു. പിന്നെ പല പരിപാടികളും മാറ്റിവെച്ചു, പലയിടത്തെയും പരിപാടികൾ മാറ്റിവെച്ചു. ദുഃഖസൂചകമായി ബിന്ദുവിന്റെ മരണം, 2 മന്ത്രിമാരുടെ നിരുത്തരവാദപരമായ പ്രസ്താവന ഒരു പാവപ്പെട്ട വീട്ടമ്മയുടെ ജീവനെടുത്തു. ആ മന്ത്രിമാർ രാജിവെക്കാതെ ഉറപ്പില്ലാതെ പറയുകയാണ്. ഇന്നത്തെ മന്ത്രി വാസൻ എത്ര ധിക്കാരപരമായ പ്രസ്താവനയാണ്. വീണാ ജോർജ് വന്നാണോ വിദ്യ തള്ളിയിട്ടത്, ആശുപത്രി തള്ളിയിട്ടത്. ബിന്ദുവിന്റെ മരണം പത്രക്കാരുടെ മുന്നിൽ ഇയാളെ തള്ളുകാർന്ന് ഉണ്ടായത്. ഇവിടെ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു അപകടമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ രക്ഷാപ്രവർത്തനത്തിൽ വന്ന ആളുകളുടെ പുറകെ പോയി. അപ്പൊ ബിന്ദുവിന്റെ ശരീരത്തിന്റെ മുകളിൽ കുറഞ്ഞു കിടന്ന മണ്ണിന്റെ മുകളിൽ നിന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയുടെ 51 വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ ജീവനെന്ന് പോയി 2 മന്ത്രിമാരുടെ തള്ളുകാരണം. അപ്പോ അവിടെയും കുറെ തന്നെ പ്രതിഷേധവുമായിട്ട് മലയാള കോൺഗ്രസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടാണ് ജാഥ മുന്നോട്ട് പോകുന്നത്.